നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷകരമായ ക്രിസ്മസ് ആശംസിക്കുന്നു. പലതുകൊണ്ടും പ്രക്ഷുബ്ധമായ ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. ഇരുളടഞ്ഞ ചുറ്റുപാടുകൾ, പ്രതികൂലതകൾ ധാരാളമുള്ളൊരു കാലഘട്ടം. പ്രതികൂലതകൾ പലതും നമ്മളുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. അതിൻ്റെ എല്ലാം കാരണം സ്വാർത്ഥതയാണ്. ഈ സ്വാർത്ഥത മറ്റാർക്കും ഇടം കൊടുക്കുവാൻ അനുവദിക്കില്ല. നമ്മുടെ വളർച്ച, നമ്മളുടെ നേട്ടം, അതിനുവേണ്ടി ആരെയും ചവിട്ടി താഴ്ക്കുവാൻ ശ്രമിക്കുന്നൊരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ക്രിസ്മസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വലിയ യാഥാർത്ഥ്യം സ്വാർത്ഥത വെടിഞ്ഞ് ദൈവ ഇച്ഛയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനാണ്. കന്യാമറിയം അതാ കാട്ടിത്തന്നത്. സാധാരണക്കാരിയായ സ്ത്രീ ക്രിസ്തുവിന് ജന്മമെടുക്കുവാൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നാം ജീവിക്കുന്ന ചുറ്റുപാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സ്വാർത്ഥത വെടിഞ്ഞ് ദൈവ ഇച്ഛയ്ക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുവാനാണ്. രണ്ട്, ഈ ക്രിസ്മസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ചേർത്ത് നിർത്തുവാനാണ്. അവരൻ്റെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ. കന്യാമറിയം ചെയ്തതും അതുതന്നെയല്ലേ? എലിസബത്തിൻ്റെ അടുക്കലേക്ക് മലകൾ താണ്ടി, ദൂരം താണ്ടി ചെന്നു ചേരുന്ന കന്യാമറിയം. ഈ ഒരു ചേർത്ത് നിർത്തലാണ് ആവശ്യം. അതോടൊപ്പമോ ക്രിസ്മസ് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിപ്പാനും മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും. എലിസബത്ത് കന്യാമറിയമ്മിനോട് പറയുന്നത് അത് തന്നെയാണ്. സ്ത്രീകളിൽ നീ ഭാഗ്യവതി എന്ന് പറഞ്ഞ് കന്യാമറിയമ്മിനെ പ്രോത്സാഹിപ്പിക്കുന്ന, ഉത്തേജനം നൽകുന്ന അനുഭവമാണ് കാണുന്നത്. അതുകൊണ്ട് ക്രിസ്മസ് നമുക്ക് നൽകുന്ന 3 സന്ദേശങ്ങൾ ഇവയാണ്. ഒന്ന്, നമ്മെ തന്നെ ദൈവ ഇച്ഛയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, അതിലൂടെ സമൂഹ നന്മയ്ക്കായി ജീവിക്കുക. 2, മറ്റുള്ളവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കുവാനും അവരെ ഉയർത്തിപ്പിടിക്കുവാനുമുള്ള വലിയ പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. 3, നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വലിയ യാഥാർത്ഥ്യം അപരനോട് ചേർന്ന് നിൽക്കുവാൻ, മറ്റുള്ളവരെ ചേർത്ത് നിർത്തുവാൻ, വേദനിക്കുന്നവരെ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയൊക്കെ ചേർത്ത് നിർത്തുവാൻ നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. അതിനുതകുന്നതാകട്ടെ ഈ ക്രിസ്മസ്. എല്ലാ നന്മയും നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.